ശ്രീകുമാരേട്ടാ നമസ്കാരം. ഭരണഘടനയെയും നിയമത്തെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഈ സമാധി മണ്ഡപം പൊളിക്കുക തന്നെ വേണമെന്നാണ് നാട്ടുകാരെല്ലാവരും ആവശ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അത് തന്നെയല്ലേ വേണ്ടത്? ഇവിടെ യഥാർത്ഥത്തിൽ അശാസ്ത്രീയവും അന്ധവിശ്വാസവും കലർന്ന കല്ലറകളും സമാധി മണ്ഡപങ്ങളും പൊളിക്കുക തന്നെയല്ലേ വേണ്ടത്? അല്ല, സമാധി എന്ന് പറയുന്ന ഒരു സങ്കല്പം അല്ലെങ്കിൽ സമാധി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇത് എന്താണെന്ന് മനസ്സിലാക്കാതെ കാണിക്കുന്ന ഗോഷ്ഠികൾ നമ്മൾ ഏത് വിധത്തിലാണ് പ്രതികരിക്കേണ്ടത്? ഇത് നമ്മുടെ യോഗയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പത്തിൽ ഒക്കെ ഉള്ള ഒരു സമാധിസ്ഥമായൊരവസ്ഥയുണ്ട്. ആ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതൽ ഏകാഗ്രമായി എത്തിച്ചേർന്ന് മാനസികാവസ്ഥയുടെ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തിച്ചേരുക. അല്ലെന്നുണ്ടെങ്കിൽ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാനം ഇതിലൂടെയൊക്കെ സമാധിസ്ഥമായൊരവസ്ഥയിൽ എത്തിച്ചേരുക. ഈ കാര്യങ്ങളിലൂടെയൊക്കെ എത്തിച്ചേരുക. ഇങ്ങനെ നമ്മുടെ ഈ മനുഷ്യൻ അറിയാൻ എന്തറിയാൻ മനുഷ്യൻ അവൻ്റെ ബോധതലത്വം എങ്ങനെയാണെന്നറിയാൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം എന്താണെന്നറിയാൻ ഇതിൻ്റെയൊക്കെ ചിന്തയുടെ ഭാഗങ്ങളിലായി ഉരുത്തിരിഞ്ഞു വന്ന ഒരു അവസ്ഥയാണ് സമാധിസ്ഥമായ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അവസ്ഥയിലൂടെ ഇത്തരം രീതിയിൽ സമാധിയായ ആളുകളുണ്ട് അല്ല, അങ്ങനെ ഉണ്ടെന്ന് കാണുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ചട്ടമ്പിസ്വാമികൾ, ഞാൻ ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് ചട്ടമ്പിസ്വാമികളെയാണ് ഓർമ്മ വരുന്നത് നിങ്ങൾ ചോദിച്ചപ്പോൾ. കാരണം കുമ്പളത്ത് ശങ്കുപ്പിള്ളി അടക്കമുള്ള ആളുകൾ നമ്മൾ ഈ സാധാരണ വ്യാവഹാരിക തലത്തിൽ കാണുന്ന കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞു. ഇതൊന്നും അല്ലാതെ നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങളിങ്ങനെ സങ്കല്പിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ രണ്ട് സമാധികളെ പറ്റി പറഞ്ഞു. ശ്രീരാമകൃഷ്ണദേവൻ്റെ ഭാവസമാധി അല്ലെങ്കിൽ ചട്ടമ്പിസ്വാമികളുടെ സമാധി. ഈ രണ്ട് കാര്യങ്ങളെപ്പറ്റി പറയും. ശ്രീരാമകൃഷ്ണദേവൻ ആധ്യാത്മികതയെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സമാധിസ്ഥമായ ഒരവസ്ഥയിലെത്തുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ദുർഗയെ സിംഹത്തെ പറ്റിയുള്ള ഒരു പാട്ട് വന്നു, അല്ലെങ്കിൽ സിംഹത്തെ കണ്ടു. അദ്ദേഹം ഒരു യാത്ര പോയ വഴിക്ക് മ്യൂസിയം സന്ദർശിക്കുന്ന ശ്രീരാമകൃഷ്ണദേവൻ ശിഷ്യന്മാരോടൊപ്പം പോയപ്പോൾ അവിടെ വെച്ച് സിംഹത്തെ കണ്ടു. പെട്ടെന്ന് അദ്ദേഹം സമാധിസ്ഥനായെന്ന് പറഞ്ഞാൽ സകല ബോധതലങ്ങളും വിട്ട ഒരവസ്ഥയിലേക്ക് നിന്നു. പിന്നെ അതിലേക്ക് തിരിച്ചു വരാൻ ഒത്തിരി സമയമെടുത്തു. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം സിംഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ദുർഗയാണ് ഓർമ്മ വന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ധ്യാനസ്ഥനായി മാറി. അദ്ദേഹം സമാധിസ്ഥമായൊരവസ്ഥയിൽ അതിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹം പലപ്പോഴും ആധ്യാത്മിക കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ ആധ്യാത്മിക വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്ന അവസരത്തിൽ ഇങ്ങനെ സമാധിസ്ഥമായൊരവസ്ഥയിൽ എത്തിച്ചു. അതിനെ ഒരു അർത്ഥത്തിൽപ്പെട്ട സമാധിസ്ഥമായ അവസ്ഥയെന്ന് പറയും. പിന്നെ ചട്ടമ്പിസ്വാമികൾ മരണാസന്നനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചുറ്റുമുള്ള ശിഷ്യന്മാരോടും കുമ്പളത്ത് ശങ്കുപ്പിള്ള അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. കുമ്പളത്ത് ശങ്കുപ്പിള്ളയുടെ ആത്മകഥയിൽ അദ്ദേഹമാണ് അവസാന കാലഘട്ടങ്ങളിൽ ചട്ടമ്പിസ്വാമികളെ പരിചരിച്ചു കൊണ്ടിരുന്നത്. വളരെ കൃത്യമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ദൃക്സാക്ഷിയാണ് ചട്ടമ്പിസ്വാമികളുടെ സമാധിക്ക്. അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തെ ഇരുത്തുക, പിന്നെ അദ്ദേഹത്തെ ഒരു പ്രത്യേക പൊസിഷനിലേക്ക് ഇരുത്തുക, പോവുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇരുത്തുകയും അദ്ദേഹം തൻ്റെ ജീവൻ വെടിയുകയും ചെയ്തു. അതൊരു സമാധി. ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു. ഇപ്പോഴത്തെ സമാധിയെ പറ്റിയുള്ള നമ്മൾ ഈ വ്യാവഹാരികളിൽ സാധാരണഗതി കണ്ട രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ കൺമുമ്പിൽ കണ്ട രണ്ട് കാര്യങ്ങളെപ്പറ്റി. നാരായണ ഗുരുദേവന് അസുഖബാധിതനായിട്ട് മരിച്ചു. അദ്ദേഹം സമാധിസ്ഥനായി. പൊതുവേ സന്യാസിമാരും ആധ്യാത്മിക ആചാര്യന്മാരും ഒക്കെ മരിക്കുമ്പോൾ അല്ലെങ്കിൽ ദേഹം വെടിയുമ്പോൾ അതിന് പൊതുവെ സമാധി എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇവിടെ അതൊക്കെ ഒരു അത്ര ഒരു മാനസികാവസ്ഥയിൽ എത്തുന്നവർ സർവം വെടിഞ്ഞ് പ്രായോപവേശം ചെയ്തിട്ടില്ല. ഇപ്പം വിനോബാജി, ആചാര്യ വിനോബാജി പറഞ്ഞ സമാധി അദ്ദേഹം മരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായോപവേശം ചെയ്താണ്. അദ്ദേഹം ഭക്ഷണം ഇതെല്ലാം ഉപേക്ഷിച്ച്, എന്താ പറയുക, ആഹാരം വെള്ളം പോലും ഉപേക്ഷിച്ച് അവസാന കാലമായെന്ന് മനസ്സിലാക്കി അങ്ങനെ പ്രായോപവേശം ചെയ്ത ചരിത്രം നമുക്കുണ്ട്. ഞാൻ ചരിത്രത്തിലേക്കൊന്നും പോയില്ല. ഞാൻ ഇവിടെ നമ്മൾ നേരിട്ട് കണ്ട കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ അതിനെ ഇവിടെ ലോക സമാധി എന്ന് പറയാം. ഇതൊക്കെയാണ് അപ്പോൾ അത്തരക്കാരുടെ ഇത് ചെയ്യുകയും അവരെ നമ്മൾ അവരുടെ കല്ലറയിൽ അവരെ ആരാധനാലയങ്ങളായിട്ടൊക്കെ മാറുന്നതിനെ നമുക്കിപ്പോൾ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അങ്ങനെയല്ല. പക്ഷെ നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ താങ്കൾ സംസാരിച്ച ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നെയ്യാറ്റിൻകര ഇവിടെ ഒരാൾ സമാധിയായെന്ന് ഇങ്ങനെ നമ്മളുടെ പുരാതനമായ അല്ലെങ്കിൽ ഹൈന്ദവികമെന്ന് പറയാവുന്ന കാര്യങ്ങളെയൊക്കെ വികൃതമാക്കുകയും വികലമായ ഭാഷ കൊണ്ട് ഒക്കെ ചെയ്തിട്ട് അതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രമാക്കിക്കൊണ്ട് അവരങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ മതത്തിലുള്ള അറ്റാക്കായിട്ട് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണതയാണ് പലപ്പോഴും കണ്ടുവരുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ പരിഹാസം എന്ന് പറയുന്നത്. ഇവിടെ ഈ മനുഷ്യൻ ഇവർക്ക് പെട്ടെന്ന് ഒരു കാര്യവുമില്ലാതെ സന്യാസിമാരാകുന്ന ഒത്തിരി പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം അങ്ങ് ചുമ്മാ ഒരു കാര്യമില്ലാതെ സന്യാസി, ഇതൊക്കെ ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുക, കള്ളത്തരങ്ങൾ പറയുക, ഇല്ലാത്ത കാര്യങ്ങൾ പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെയോ ആധ്യാത്മികമായ അനുഭവങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ മനുഷ്യൻ അദ്ദേഹം എന്തൊക്കെ കേസുകളിൽ പ്രതിയായിരുന്നെന്നാണ് ഞാൻ അറിയുന്നത്. അദ്ദേഹം പെട്ടെന്നൊരു ദിവസം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി
സന്യാസിയായി മാറിയ ഒരാളാണ് ഈ ഗോപൻ സ്വാമി എന്നാണ് അതൊരു ആരോപണം മാത്രമാണ്. ആരോപണം ആയിക്കോട്ടെ അങ്ങനെ ആരോപണം ഉണ്ടല്ലോ. നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളല്ലേ. അദ്ദേഹത്തിന് എത്ര വയസ്സായി? അദ്ദേഹത്തിന് 78 വയസ്സല്ലേ ഉള്ളൂ. 78 വയസ്സിനുള്ളിൽ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളവരും കേട്ടിട്ടുള്ളവരും ഒത്തിരി ആളുകളുണ്ടല്ലോ. ഇത്തരക്കാരല്ലേ ആരോപണം ഉന്നയിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം അദ്ദേഹം ആയിക്കോട്ടെ, പിന്നെ അദ്ദേഹം ഗൃഹസ്ഥനായിരുന്നു, സന്യാസിയായിരുന്നു, ഇതൊക്കെ ചെയ്തു, എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പം അദ്ദേഹം ഇത് അവിശ്വസനീയമായ അല്ലെങ്കിൽ നമ്മളുടെ മുമ്പിൽ ഒട്ടും വിശ്വസനീയമല്ലാത്ത ഒരു കാര്യമാണ്. അല്ല, ഇവിടെ കൃത്യമായിട്ട് ഭരണഘടനയുടെ മുകളിൽ, നിയമത്തിന് മുകളിൽ ഒരു വിശ്വാസം കയറി വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതാണ് യഥാർത്ഥത്തിൽ വിവാദമായിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിലെ നിയമം അനുസരിച്ചിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോട് കൂടി അത് രജിസ്റ്റർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം അത് സ്ഥിരീകരിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ അത്തരം നടപടികളൊന്നും ഈ മകനോ അല്ലെങ്കിൽ ആ കുടുംബം അതിലേക്ക് തന്നെയാണല്ലോ നമ്മൾ വന്നത്. അത് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഇങ്ങനെ ഇത്തരത്തിൽപ്പെട്ട ആളുകൾ അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതാ പറഞ്ഞു. അത് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ അവർ നിയമം കൃത്യമായിട്ട് പിടിച്ച് ഇടിയും കൊടുത്തത് ചെയ്യിക്കണം. അതാ ചെയ്യേണ്ടത്, കൃത്യമായി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, വളരെ കൃത്യമായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി. ഒരു ദിവസം വഴി അദ്ദേഹത്തെ അതിന് മുമ്പ് കണ്ടതാണ് ആളുകൾ പോയി. അദ്ദേഹം മരണാസന്നനായിരിക്കെ അദ്ദേഹത്തെ ബന്ധുക്കളൊക്കെ പോയി കണ്ടതാണ്, അദ്ദേഹത്തെ സന്ദർശിച്ചതാണ്. അദ്ദേഹത്തിന് അവിടെ അലൗകികമായ കാര്യങ്ങളൊന്നും ആരും കണ്ടില്ല. ഇനി അലൗകികമായ കാര്യങ്ങളൊന്നും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പിന്നെ അദ്ദേഹത്തെ പറ്റി നമുക്ക് കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് അദ്ദേഹം സമാധിസ്ഥനായെന്നും ആരും സമാധി സമയത്ത് കാണരുതെന്നും അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. സമാധി എന്ന് പറയുന്ന ഒരു സങ്കല്പം എന്ന് പറയുന്നത് ശ്രീരാമകൃഷ്ണദേവൻ ഭാവസമാധിയിൽ ഇരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ചട്ടമ്പിസ്വാമികൾ അദ്ദേഹം വിടുമ്പോൾ അത് സമാധിയായത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ആധ്യാത്മിക ആചാര്യന്മാരൊക്കെ കടന്നുപോയ അവസരങ്ങളിൽ അതൊക്കെ ഈ പറഞ്ഞതുപോലെയാണ്. ഇപ്പൊ സത്യസായി ബാബ അദ്ദേഹം ഒരുപാട് ദിവസം രോഗമായി കിടന്നതിന് ശേഷമാണ്, കിടന്നു കഴിഞ്ഞാൽ ആശുപത്രി വാസത്തിന് ശേഷമാണ് കൃത്യമായി ഡോക്ടറാണ് സ്ഥിരീകരിച്ചത്. അദ്ദേഹം ഇത് ചെയ്തു എന്തോ അദ്ദേഹം വിട്ടിരിക്കുന്നു, അദ്ദേഹം സാധാരണഗതിയിൽ പറഞ്ഞാൽ മരിച്ചിരിക്കുന്നു എന്ന് സമാധിസ്ഥനായിരിക്കുന്നു എന്ന് ഭക്തന്മാർ പറയുന്നു. എങ്കിൽ പോലും അതിലൊക്കെ കൃത്യമായി പറഞ്ഞതുപോലെയുള്ള എല്ലാ തരത്തിൽപ്പെട്ട നിയമങ്ങൾക്കും എല്ലാ തരത്തിൽപ്പെട്ട ആർക്കും പരിശോധിക്കാവുന്ന വിധത്തിലുള്ള എല്ലാ തരത്തിൽപ്പെട്ട വ്യവസ്ഥകളോട് കൂടിയാണ് ഇതൊക്കെ ചെയ്തത്. ഇത് അങ്ങനെയല്ലാതെ ആരും കാണുന്നില്ല. അദ്ദേഹത്തെ പിടിച്ചൊരു ദിവസം കൊണ്ട് ഇത് കല്ലറയ്ക്കകത്ത് കൊണ്ടിരുത്തിയെന്ന് പറയുന്നു. നീ കല്ലറയിൽ ഉണ്ടോ എന്ന് കല്ലറ പൊളിക്കുമ്പോൾ അറിയാം. നീ കല്ലറയിൽ തന്നെ ഉണ്ടോ എന്നുള്ള വിവരം നമുക്ക് സംശയമാണ്. പിന്നെ അദ്ദേഹത്തെ ഒരു ദുരൂഹമായ സാഹചര്യത്തിൽ അപ്രത്യക്ഷനായിരിക്കുന്ന ഒരു മനുഷ്യനെന്നാണ് നമ്മുടെ മുമ്പിൽ ഈ കൃത്യമായുള്ള കാര്യം. അതിന് നിയമപരമായി ചെയ്യാൻ കഴിയേണ്ട കാര്യങ്ങളാണ്. തികച്ചും ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ അപ്രത്യക്ഷനായിരിക്കുന്നു. അങ്ങനെ അപ്രത്യക്ഷനാകാൻ പറ്റത്തില്ല നമ്മുടെ ഒരു സമൂഹത്തിൽ. അതിനാണല്ലോ നിയമങ്ങളും ഈ പറഞ്ഞുകൊണ്ട് ഭരണഘടനയും നിയമങ്ങളും ഒക്കെ കൃത്യമായിട്ടുള്ളത് അതിനുവേണ്ടിയാണല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ആ മനുഷ്യൻ കാണാതായത് അദ്ദേഹത്തെ കണ്ടെത്തണം, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് തിരോധാനം ചെയ്തതെന്ന് അറിയണം, അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തണം, അത് ശരീരം എടുക്കണം. ഇതൊക്കെയാണ് വേണ്ടത്. ഇതൊന്നും ആകാതെ ഇത് തികച്ചും ദുരൂഹമായ സാഹചര്യമാണ്. ഇതിനെ സമാധി എന്ന് പറയുന്ന നമ്മുടെ വിവക്ഷയിലുള്ള ആധ്യാത്മികമായ ഒരു കൺസെപ്റ്റിന് വിരുദ്ധമാണ്, തികച്ചും വിരുദ്ധമായ കാര്യമാണ്. അങ്ങനെയും വരുന്നു. അപ്പോൾ ഇതിനകത്ത് മറ്റുള്ള ആൾക്കാർക്ക് നമ്മളെ പരിഹസിക്കാൻ അവസരം കൊടുക്കുന്നു. എന്നിട്ട് അത് വർഗീയതയിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഇതിനകത്ത് സാമാന്യ യുക്തിയോടുകൂടി പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല, ഈ എന്താണ് ഖബർ ഇതുപോലെ പൊളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകുമോ? അല്ല, തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയാണ് പല സംഘടനകളുടെയും അനുയായികൾ വിളിച്ചു കൂവുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പിന്നെ ഈ ചുമ്മാ നടന്ന ഓരോ സ്ഥലവും ഒരു ആവശ്യം വരുമ്പോഴല്ലേ ഇതൊക്കെ പൊളിക്കേണ്ടി വരുന്നത്. അല്ല, ഇപ്പൊ ഒരു ഖബർ മരിച്ച ആള് ഈ രീതിയിൽ ഡോക്ടറിന്റെ സ്ഥിരീകരണം ഇല്ലെങ്കിൽ ആ ഖബറും അവിടെ എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ ആ ഖബറും പൊളിച്ചേ പറ്റത്തുള്ളൂ. അതാ പറഞ്ഞു. ഇതൊക്കെ നമ്മളെങ്ങനെ ഈ ആവശ്യമില്ലാതെ വർഗീയത കുത്തിത്തിരിക്കുന്നതിലോ ആവശ്യമില്ലാതെ പിന്നെ തെറ്റായ കാര്യങ്ങൾ വ്യാഖ്യാനിച്ചെടുക്കുന്നതിലോ ഒന്നും ഒരു കഥയുമില്ല. അങ്ങനെ ചെയ്യുന്നതിലൂടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ പരിഹസിക്കപ്പെടുകയാണ്. അതാണ് പറയുന്നത്. ആചാരങ്ങൾ ഉണ്ടാവും, പല വിധത്തിലുള്ള ആചാരങ്ങളുണ്ട്, പക്ഷെ അനാചാരങ്ങളാണ് ഇല്ലാതാവേണ്ടത്. ഏത് നൂറ്റാണ്ടിലാണ് ഈ മക്കള് ജീവിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങള് ടെലിവിഷൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ, ക്യാമറകൾക്ക് മുമ്പിൽ അവർ കളിച്ച നാടകീയത എന്താണ്? അതായത് നിയമമല്ല വിശ്വാസമാണ് ഞങ്ങൾക്ക് വലുത്. ഇവിടെ നിയമത്തിന്റെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ് അവരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുണ്ടായിട്ടുണ്ട്. അച്ഛൻ സമാധി അടയണമെന്ന് ആഗ്രഹിക്കുകയും ഇത് ആരും അറിയാൻ പാടില്ല എന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നിയമത്തെയാണ് ആ മക്കള് കൃത്യമായിട്ടും പരിപാലിക്കേണ്ടത്. അവിടെ ഒരു പൗരനെന്ന നിലയിൽ അവർ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണല്ലോ. ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഒരു പൗരൻ മക്കളെന്ന നിലയിലല്ലല്ലോ. അവർ ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന പൗരന്മാരെന്നുള്ള നിലയിൽ നിയമം അനുസരിക്കാനും നിയമം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനും ബാധ്യസ്ഥരാണ്. ഉടൻ അവിടെ നമ്മൾ പിന്നെ മറ്റ് വിശ്വാസങ്ങളെ കൂടി ചേർത്ത് അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് രാജ്യത്ത്. അത് വേറൊരു വിഷയമാണ്. അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ ചില ആൾക്കാർക്ക് വേണ്ടിയുള്ള പ്രീണനങ്ങൾ, അതൊക്കെ നമ്മളുടെ അത്തരത്തിൽപ്പെട്ട എല്ലാ വാദങ്ങളെയും ദുർബലപ്പെടുത്തുന്നു. ഇതുപോലെയുള്ള അടിസ്ഥാനരഹിതമായ പിന്നെ വാദങ്ങൾ ഉന്നയിക്കുകയും ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ
നമ്മൾ യഥാർത്ഥമായ പല കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലാനുള്ള അവസരം പോലുമാണ് നിഷേധിക്കപ്പെടുന്നത്. ഇത് തീർച്ചയായിട്ടും ഇത് അപലപനീയമാണ്. ഇവർക്ക് സത്യത്തിൽ അവരെ ശിക്ഷണ നടപടിക്ക് വിധേയരാക്കേണ്ടതാണ്. എല്ലാ അർത്ഥത്തിലും നിയമത്തെ മുമ്പിൽ കൊണ്ടുവരേണ്ടതാണ്. പോസ്റ്റ്മോർട്ടം നടത്തി ഇത് കല്ലറ തുറക്കേണ്ടി ഇരിക്കുന്നു. അത് കല്ലറ സമാധി മണ്ഡപം പൊളിച്ചു എന്ന നിലയിലേക്ക് വൈകാരികമായ തലത്തിലേക്ക് ഇത് മാറ്റാൻ ശ്രമിക്കുന്ന ഏതൊരു നീക്കവും അപലപനീയമാണ്. ചില മുസ്ലിം തീവ്രവാദികളാണ് ഈ സമാധി പൊളിക്കുന്നതിന് പിന്നിലെന്നാണ് ഈ ഗോപൻ സ്വാമിയുടെ മക്കളായിട്ടുള്ള ഈ സനന്ദനൻ ഒക്കെ പറയുന്നത്. അതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? അതിനെ നമ്മൾ പരിശോധിക്കണം. നമ്മളതിനെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ആരോപണങ്ങൾ ഏത് വിധത്തിൽ ഉണ്ടായാലും അത് പരിശോധിക്കപ്പെടാനുള്ള ഒരു നിയമ സംവിധാനം ഉണ്ടല്ലോ, അതനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇക്കാര്യത്തിൽ ആർക്ക് മുതലെടുക്കാൻ അവസരം കൊടുക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. ഇവര് ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ ഇവരിതൊക്കെ ചെയ്തിട്ട് ആർക്ക് മനസ്സിലാകാത്ത വിധത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇത് പൊളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല, എന്താ സംഭവിക്കുന്നുള്ളതിനെ പറ്റി നമുക്കറിയത്തില്ല. ഇതിനെ ഒരു വർഗീയ മുതലെടുപ്പിനായി ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് ഇതിനെ ഒരു അത്തരത്തിൽപ്പെട്ട ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതും ഒട്ടും ശരിയല്ല. ഇതിനെ മറ്റൊന്നിനോട് നമുക്ക് താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഇത് വളരെ കൃത്യമാണ്. ഇക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ദൃഷ്ടാന്തമാണ്. സമാധി പോലെയുള്ള, ഞാൻ പറഞ്ഞല്ലോ, എന്നൊക്കെ ഉള്ള ഒരു വിശ്വാസത്തെ, ഒരു സങ്കല്പത്തെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ അവർ അപഹസിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പക്ഷെ അത് അപഹസിക്കാൻ കാരണക്കാരനായത് ഈ മക്കള് തന്നെയാണ്. അവരുടെ നിയമം പാലിച്ചില്ല എന്നതുകൊണ്ട് മാത്രമാണ് ആ ഒരു അപഹാസ്യം സമൂഹത്തിന് മുമ്പിൽ നിന്ന്. അതുകൊണ്ട് തന്നെയാണ് അവർ ശിക്ഷിക്കപ്പെടുകയാണ് വേണ്ടത്. അവർ ശിക്ഷാർഹമായ കുറ്റം അവർ ഇതിനകം തന്നെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവർ ശിക്ഷാർഹമായ കുറ്റം ഇതിനകം തന്നെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ പല ഹിന്ദു വിശ്വാസികൾ പോലും പൊതുജനം മുഴുവൻ ഇവർക്കെതിരാണ്. യഥാർത്ഥത്തിൽ ഈ മക്കൾക്കെതിരാണ്. വളരെ ചെറിയൊരു പക്ഷം ആളുകൾ മാത്രമാണ് ഇവരെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഹിന്ദു ഐക്യവേദിയിലൊക്കെ തന്നെ അതിനെപ്പറ്റി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ഹിന്ദു ഐക്യവേദിയൊക്കെ പറയുന്നത് ഇത് പൊളിക്കണം തന്നെയാണ്. അവർ നിയമവിധേയമായി കാര്യങ്ങൾ ചെയ്യണം, നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത്. അവർ ഔദ്യോഗിക നിലപാട് അങ്ങനെ തന്നെയാണ്. പിന്നെ അല്ലാത്ത വ്യക്തികൾ കാര്യങ്ങൾ ഏത് കാര്യം മുതലെടുക്കാൻ നടക്കുന്ന ഒരു ഭാവം, രണ്ട് പക്ഷം ഉണ്ടാകേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ ഇവിടെ ഈ സമാധി എന്ന് പറയുന്ന കൺസെപ്റ്റും ആ വിശ്വാസവും സങ്കല്പമൊക്കെ വളരെ മനോഹരമായിട്ടുള്ള സങ്കല്പമാണ്. ഒരാൾക്ക് മരണം മുൻകൂട്ടി അറിയാൻ വേണ്ടി സാധിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേകപരമായ ദൈവികതയുമായി ചേരുന്ന ഒരു സങ്കല്പത്തെയാണ് നമ്മൾ ദേഹം പിഴിഞ്ഞ് ദൈവികതയുമായി ചേരുന്ന ഒരു സങ്കല്പം. ആ സങ്കല്പത്തിലേക്ക് എത്താൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കഴിയുമെന്ന് തെളിയിച്ച ആളുകൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. പക്ഷേ ആ ദൈവികത രാജ്യത്തിന്റെ നിയമത്തെ ലംഘിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു ദൈവികത ആവരുത് എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ഒരു വിഷയം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്.